റെക്കോർഡായോ? ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ കണ്ണൂർ ടെക്കീസ്. നമ്മൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാൻ. ഗൈസ്, ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ കോളേജിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത്. ഇന്ന് ആലു പൊറാട്ടയും എന്തായിരുന്നു കാപ്പിയും, ആലു പൊറോട്ടയും കാപ്പിയും ഉണ്ട്. പിന്നെ കോംപ്ലിമെൻ്ററി ആയിട്ട് ബ്രെഡും ജാമും ഉണ്ട്. ഗൈസ്, രാവിലത്തെ കുറച്ച് സീൻസ് ഞാൻ കാണിച്ചു തരാം. കുറച്ച് ആൾക്കാർ നമുക്ക് പ്രാർത്ഥിക്കുന്ന കാണാം. ഇത് അതെ, ലോക നന്മയ്ക്കും സമാധാനത്തിനും വേണ്ടി സെക്യൂരിറ്റിക്കാർ ഒരു പണിയില്ലാണ്ട് ഇവിടെ നിൽക്കുന്ന കാണാം. പിന്നെ കുറച്ച് ആൾക്കാർ കഴിക്കാൻ പോകുന്നുണ്ട്. ഗൈസ്, ഇതാണ് നമ്മളെ മെഗാമെസ്. ഗൈസ്, മെഗാമെസ്സിൽ നമുക്ക് എങ്ങനെയാണ് മറ്റേ ഫുഡ് എടുക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഗൈസ്, 5 വർഷം ഗൈസ്, ഇതാണ് നമ്മളെ മെഗാമെസ്. വളരെ വിശാലമായ മെസ്സാണ് നമ്മളെ. ഗൈസ്, ഇവിടെ കാണാൻ ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട് മെസ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിനി ഫുഡ് എടുക്കാം. ഗൈസ്, ഇപ്പോൾ നമ്മൾ ഫുഡ് എടുക്കാൻ വേണ്ടി പോവാന്ന്. നമ്മളിനി പ്ലേറ്റ് എടുക്കണം. ആദ്യം പ്ലേറ്റ് പണ്ട് ഇവിടെ ടോക്കൺ സിസ്റ്റമൊക്കെ ഉണ്ടായിരുന്നു. അത് 2 ദിവസം കഴിഞ്ഞപ്പോൾ നിർത്തി. ഗൈസ്, വാട്ടർ കൂളർ ഉണ്ട്, തണുത്ത വെള്ളം. ഇത് വാട്ടർ കൂളറാണ് ഗൈസ്. ഇവിടെ തണുത്ത വെള്ളം വരും. ഇവിടെ ഇപ്പോൾ ഇന്ന് കുറേ അച്ചാച്ചന്മാരൊക്കെ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട്. അതവിടെ ഇരിക്കുന്നുണ്ട്, എന്താണെന്നറിയില്ല. ടോമി, നമ്മളെ ആലു പൊറോട്ടനെ കുറിച്ച് നിനക്ക് എന്താണ് പറയാനുള്ളത്? ആലു പൊറോട്ട ഞാൻ ഇവിടെ വന്നിട്ടാണല്ലോ ആദ്യമായിട്ട് സാധനം കാണുന്നത്. അപ്പൊ സംഭവം വലിയ മെച്ചമൊന്നുമില്ല, കഴിക്കുന്നതിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, മരിക്കത്തില്ലല്ലോ. ഉള്ളേല് തിങ്കൾ മുതൽ ഞായറാഴ്ച വരെ ഉള്ളേല് ബെറ്റർ ഫുഡ് ആലു പൊറോട്ട. അത് മാത്രമേ ഇവിടെ കഴിക്കാൻ പറ്റൂ. പിന്നെ ഇത് കിട്ടുമെന്നൊന്നും ഉറപ്പൊന്നുമില്ല. ചിലപ്പോൾ അടിയൊക്കെ ആക്കേണ്ടി വരും. രാവിലെ തന്നെ അടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഗൈസ്, ഞാൻ കുറച്ച് സീൻസ് കാണിച്ചു തരാം മെസ്സിൽ എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സിസ്റ്റം. ഗൈസ്, ഇതാണ് ഇവിടുത്തെ പ്ലേറ്റ്. ഗൈസ്, ഇത്ര കള്ളി ഉണ്ട് ഈ പ്ലേറ്റിൽ. 1 2 3 4 5 6 കള്ളി. വേറൊരു ടൈപ്പ് പ്ലേറ്റ് ഉണ്ടോ? ആ പയ്യൻ എടുക്കണേന്ന് വേറെ ടൈപ്പ് പ്ലേറ്റ്. ആ പ്ലേറ്റ് ആണ് കുറച്ചും കൂടി നല്ല. നീ കേറ്. ഇവൻ വേറെ ഹോസ്റ്റലിലെ ആളാണ്. ഇവൻ ഇവിടെ വന്നിച്ചാ ഫുഡ് കഴിക്കണേ. നീ എന്റെ കൂടെ കഴിച്ചോ? ഏത് ഇല്ല, ഞാൻ അതില് ചെയ്യാൻ പോയാ. നീ എന്തിനാ ഇപ്പൊ നിന്നേ? ഗൈസ്, ഇതാണ് ഇവിടുത്തെ പ്ലേറ്റ്. ഗൈസ്, ഇത്ര കള്ളി ഉണ്ട് ഈ പ്ലേറ്റിൽ. 1 2 3 4 5 6 കള്ളി. വേറൊരു ടൈപ്പ് പ്ലേറ്റ് ഉണ്ടോ? ആ പയ്യൻ എടുക്കണേന്ന് വേറെ ടൈപ്പ് പ്ലേറ്റ്. ആ പ്ലേറ്റ് ആണ് കുറച്ചും കൂടി നല്ല. നീ കേറ്. ഇവൻ വേറെ ഹോസ്റ്റലിലെ ആളാണ്. ഇവൻ ഇവിടെ വന്നിച്ചാ ഫുഡ് കഴിക്കണേ. നീ എന്റെ കൂടെ കഴിച്ചോ? ഏത് ഇല്ല, ഞാൻ അതില് ചെയ്യാൻ പോയാ. നീ എന്തിനാ ഇപ്പൊ നിന്നേ? ഗൈസ്, ആലു പൊറോട്ട ഫുൾ പൊട്ടിയിട്ടാണുള്ളത്. ഇതിൽ ഫില്ലിങ്സ് ഒക്കെ അത്യാവശ്യം ഉണ്ട്. ബാക്കി ഇത് ഇതാ ചട്നി. ഇതാണ് ചായ മെഷീൻ. നമുക്ക് എത്ര വേണമെങ്കിലും ചായ എടുക്കാം. ഇതിൻ്റെ അകത്തുനിന്ന് ചായ അൺലിമിറ്റഡ് ആണ് ഗൈസ്. ആലു പൊറോട്ട അൺലിമിറ്റഡ് അല്ല, ചായ അൺലിമിറ്റഡ് ആണ്. എടാ, ഒന്നും കൂടെ എടുക്ക്. ഗൈസ്, കണ്ടോ, ഇത് ക്യൂ ഇപ്പോൾ കൂടിക്കൂടി വരുവാണ്. ഇതാ ഇപ്പോൾ ആൾക്കാരൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട് മെസ്സിൽ. അത്യാവശ്യം നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഗൈസ്. നമുക്കിതാ ചാമ്പി ഫുഡ് എടുത്ത് തരുന്നുണ്ട്. രാവിലെ കഴിക്കാനൊക്കെ അത്യാവശ്യം നല്ലതാണ്. ഉപ്പുണ്ട്. ഇതാ ഉപ്പ് എടുക്കാം നമുക്ക്. എടാ, ഒരു ഗ്ലാസും കൂടി താടാ. ക്യാപ്പിച്ചിനോ ഗൈസ്, ക്യാപ്പിച്ചിനോ എന്നാണ് ഇവിടുത്തെ ആൾക്കാർ ഇത് അവകാശപ്പെടുന്നത്. പക്ഷെ ക്യാപ്പിച്ചിനോൻ്റെ ടേസ്റ്റ് ഒന്നുമില്ല. ഇത് ചാമ്പിനെ കണ്ടോ ഗൈസ്? ഇതാണ് മെസ്സിലെ എയർ വെന്റിലേഷൻ സിസ്റ്റം. പുകയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടെ പുക പോകും. ഇതാ ഇതിനകത്ത്. ഇനി നമുക്ക് ആലു പൊറോട്ടേൻ്റെ റിവ്യൂ കാണാം. ഗൈസ്, ഇതാണ് അഭിരാമർ. ഇവനാണ് ആകെ ഇവിടെ എല്ലാ ദിവസവും എല്ലാ തരത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റും കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് അഭിരാമറിനോട് ആലു പൊറോട്ടൻ്റെ റിവ്യൂ കഴിക്കാം. അഭിരാമർ, പറയൂ ആലു പൊറോട്ട റിവ്യൂ. പിന്നെ ഈ രാവിലെ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് നിങ്ങൾക്ക് എത്രമാത്രം പോഷകം കിട്ടുന്നുണ്ടെന്നാണ് നീ വിശ്വസിക്കുന്നത്? 0. ദേവൻ BH ദേവൻ ഗൈസ്, ദേവൻ വേറെ ഹോസ്റ്റലിലാണ്. പക്ഷേ ദേവൻ ഇടയ്ക്ക് ഇവിടുന്ന് കട്ട് തിന്നാറുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ എടുത്ത ഫുഡ് കൊടുത്തിട്ടാണ് ദേവൻ കഴിക്കണേ. അപ്പോൾ ദേവ റിവ്യൂ പറയൂ ആലു പൊറോട്ടൻ്റെ. ഗൈസ്, ഇനി അടുത്ത ആൾ, ഇയാളാണ് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വർഷത്തെ ഇവിടെ പഠിച്ചിട്ട് കൂടിപ്പോയ 5 or 6 പ്രാവശ്യം മാത്രം മെസ്സിൽ കഴിക്കാൻ വരുന്നത്. എന്നാൽ എല്ലാ സെമിസ്റ്ററിലും കൃത്യമായി മെസ് ഫീസ് അടക്കുന്ന ഷാമ്പി. അപ്പോൾ ഡൊണേറ്റ് ടു ഗേൾ ചൈൽഡ്. അപ്പോൾ ഗൈസ്, എന്താണ് ഷാമ്പി, എന്താണ് ആലു പൊറോട്ടയുടെ റിവ്യൂ?
എടാ ജെന്യൂൻ റിവ്യൂ പറ, ഇവിടെ പഠിക്കാൻ വരുന്ന കുട്ടിയൊക്കെ ഇതൊക്കെ അറിയണം. ആ ആല് നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് 100 രൂപ ഞാൻ സമ്മാനം. ടോമി വന്നിട്ടുണ്ട്. 100 രൂപ പറഞ്ഞേ. അല്ല പറഞ്ഞു വീഡിയോ അടക്കമുണ്ട്. 100 രൂപ തരുമെന്നല്ലേ? നിനക്ക് തരത്തില്ല. ഗൈസ് ഇത് ടോമി. ഗൈസ് ഇതാണ് കറൻസി ടോമി. നമ്മൾ ഇവനെ ടോമി എന്ന് വിളിക്കും. അച്ഛന്റെ പേരാണ് കൂടുതൽ ഇഷ്ടം. ഓൺലൈനിൽ വരുമോ? ആ വരും, ഇന്ന് അപ്ലോഡ് ആവും. ഗൈസ് ഇത് പറ, റിവ്യൂ പറ. എന്നിട്ട് ടെക്സ്ചർ പോരാ, ജ്യൂസി ആൻഡ് ക്രഞ്ചി അല്ലേ ഈ സാധനം? ഗൈസ് ഇതാണ്. My rating is ഇത് ചായ ആണോ കാപ്പിയാണോ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. മണപ്പിച്ച് നോക്കിയാലൊന്നും മനസ്സിലാവില്ല, കുടിച്ച് നോക്കിയാലും ചിലപ്പോൾ മനസ്സിലാവാറില്ല. അപ്പോൾ നമ്മളൊരു എന്തോ ഒരു ഫ്ലേവർ ഉള്ളൊരു സാധനം എന്നുള്ള രീതിയിൽ മാത്രം അങ്ങ് കുടിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് ഈ ഫുഡിൻ്റെ കാര്യങ്ങൾ. ഇതാണ് ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഭേദം ഫുഡ് ഉള്ളതിൽ. ബാക്കി എല്ലാ ദിവസവും ഇതിനേക്കാളും മോശമാണ് ഇവനെതിരെ കോളേജ് കേസ്. ഗൈസ് അപ്പോൾ ഇതിന്റെ മോളിൽ കയറുന്ന പറ. നമ്മളിപ്പോ ബ്രേക്ക്ഫാസ്റ്റിന്റെ റിവ്യൂ ആണ് ചെയ്തത്. ഇന്നിപ്പോ കറണ്ടൊന്നും ഇല്ലാത്തതുകൊണ്ടായാണ് രാവിലെ എണീച്ചിട്ട് വന്നത്. യൂഷ്വലി ബ്രേക്ക്ഫാസ്റ്റ് മിസ്സാവാറുണ്ട്, കാരണം ചൂടെല്ലാം കഴിഞ്ഞ്. കാരണം ഇപ്പം കഴിച്ച് ഇവിടെ 55 ഡിഗ്രി സെൽഷ്യസ് ആണ് രാജസ്ഥാനിലെ ചൂട്. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കണം. രാജസ്ഥാനിൽ ആരെങ്കിലും ട്രിപ്പൊക്കെ വരാൻ നോക്കുന്നുണ്ടെങ്കിൽ ചിന്തിക്കുക പോലും വേണ്ട. അതുകൊണ്ട് സംഭാവന വല്ലതും ഉണ്ടെങ്കിൽ ഗൈസ് അതുകൊണ്ട് എപ്പോ വെള്ളം വാങ്ങിക്കണം ഗൈസ് കുടിക്കാൻ വേണ്ടി. അപ്പൊ നമുക്ക് കുറേ പൈസന്റെ ആവശ്യമുണ്ട്. അപ്പൊ നിങ്ങൾ വീഡിയോ പെട്ടെന്ന് വൈറലാക്കണം, എന്നാ മാത്രമേ നമുക്കിത് ഇവിടെ ജീവിക്കാൻ പറ്റൂ. പ്രോട്ടീൻ പൗഡർ ഒക്കെ വാങ്ങിക്കണം. ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ നിങ്ങളെ ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഷെയർ ചെയ്ത് രാജസ്ഥാനിൽ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക, ഇവിടുത്തെ ഭക്ഷണ രീതികൾ കാണിച്ചു കൊടുക്കുക. പിന്നെ എല്ലാ ദിവസവും നമ്മൾ ഡെയിലി ഫുഡിന്റെ റിവ്യൂ ചെയ്യായിരിക്കും. അതെ, ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. നോട്ടിഫിക്കേഷൻസ് എന്നാലേ വരും. എന്നിട്ട് നമ്മളിനി നാളെ വേറെ ബ്രേക്ക്ഫാസ്റ്റിന്റെ റിവ്യൂ ചെയ്യാൻ വേണ്ടി വരുന്നതായിരിക്കും. കറണ്ട് ഇല്ലെങ്കിൽ ഇതിലും ആവേശകരമായ ഒരു റിവ്യൂലേക്ക് നമ്മൾ വരുന്നതായിരിക്കും. അതെ നമ്മളെ കുറച്ച് വേറെ വീഡിയോസ് ഇലക്ട്രോണിക് സംബന്ധമായും. അപ്പൊ ഗൈസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീഡിയോ കാണുന്നവരെ ബൈ ബൈ. മുട്ട് ക്യാമറക്ക് മുട്ട്.